പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തെ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് ഭയപ്പെടേണ്ട എന്നുള്ള വാക്കാണല്ലോ. തിരുവചനത്തിൽ 365 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നൊരു വാക്കാണ് ഭയപ്പെടേണ്ട. കഴിഞ്ഞ ദിവസം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 8 ഭാഗങ്ങളിലെ ഭയപ്പെടേണ്ട എന്നുള്ള വാക്കുകൾ കാണുവാൻ സാധിച്ചു. പുറപ്പാട് പുസ്തകത്തിൽ 2 തവണ ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെയാണ് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഫറവോന്റെ ആധിപത്യത്തിൽ മിസ്രയീമിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനം, അവര് മോശയുടെ നേതൃത്വത്തില് മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടു. യാത്ര, അവരുടെ വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്ര പുറപ്പെട്ടു. അവരെ വിട്ടയക്കുവാൻ ഫറവോൻ തയ്യാറില്ലായിരുന്നു. എന്നാൽ ദൈവം തനിക്ക് അയച്ച 10 ബാധകൾ, ഒന്നൊന്നായി ബാധകൾ അയച്ച് തന്നെ ജനത്തെ വിടുവാനായിട്ട് ഫറവോൻ അവസാനം തീരുമാനിക്കുന്നു. എന്നാൽ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും അവരെ വിട്ടാൽ ശരിയാകുകയില്ല എന്ന് പറഞ്ഞ് താനും സൈന്യവും ഇസ്രായേൽ ജനത്തെ പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ മുമ്പിൽ ചെങ്കടൽ, പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മിസ്രയീം സൈന്യം അവരാകെ അങ്കലാപ്പിലായി, ഭയപ്പെട്ടു. മോശയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഇനി സംഭവിക്കാൻ പോകുന്നത് ഫറവോൻ തൊട്ടടുകിൽ, ഇവർക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. അവിടെ ഫറവോൻ ഇവരെ എല്ലാം വകവരുത്തുവാൻ സാധ്യതയുണ്ട്. അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇവർ ചോദിക്കുന്നത്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത്. എന്നാൽ ദൈവാത്മാവ് മോശയിലൂടെ ജനത്തോട് സംസാരിക്കുകയാണ്. മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ദൈവത്തിനും ദൈവമക്കൾക്കും മാത്രം പറയുവാൻ കഴിയുന്ന ഒരു വാക്കാണ് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ വരും, കഷ്ടതകൾ വരും. എന്നാൽ ദൈവജനം, നാം ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ദൈവമാണ് നമ്മുടെ ആശ്രയം. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. നാം ഉറച്ചു നിൽക്കണം. എന്തു വന്നാലും അതിന് ധൈര്യപൂർവ്വം, ദൈവത്തിലുള്ള വിശ്വാസത്തോടെ ധൈര്യപൂർവ്വം നിൽക്കുവാൻ ഒരു വിശ്വാസി പ്രാപ്തനായി തീരണം. എങ്കിൽ മാത്രമേ നമുക്ക് അവനെ വിശ്വാസി എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നാം കാണുന്നത്, ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമിൽ പിന്നാലെ വരുന്നത് കണ്ട് ഭയപ്പെട്ട ജനത്തോട് മോശ പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവീൻ. നിങ്ങൾ സമാധാനമായിരിപ്പീൻ, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. പലപ്പോഴും നമ്മൾ ആകുലപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസത്തോട് ഉറച്ചു നിന്നാൽ നമ്മുടെ ജീവിതത്തെ തന്നെ ഒരത്ഭുതമാക്കുവാൻ, നമ്മുടെ പ്രതിസന്ധികളെ മാറ്റി നല്ലൊരു ആത്മീയ ജീവിതം, ക്രിസ്ത്യ ജീവിതം പടുത്തുയർത്തുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കും. അതിനായി ദൈവകരങ്ങളെ നമ്മളെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനം കേൾക്കുന്നതിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിപ്പാൻ ദൈവമഹത്വത്തിനായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.